പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതാ ഇന്നത്തെ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്നത് വേറെ ആർക്കുമല്ല, അർജൻറ്റീന ഫാൻസിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അർജൻറ്റീന ഫാൻസ് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം, വീഡിയോ ഫുള്ളായിട്ട് കണ്ട് ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഇന്ന് വൈകിട്ട് കളി നടക്കുമല്ലേ, അപ്പോൾ സൺഡേ രാവിലെ എടുക്കുവാണ് കേട്ടോ. അപ്പോൾ വേറെ ഒന്നുമല്ല, ശംഖുപുഷ്പം പറിക്കുവാണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ തന്നെയുണ്ട്, വിളക്കത്ത് വയ്ക്കുന്നതാണ്. അപ്പോൾ അതിൽ നിന്ന് കുറച്ചൊക്കെ ഞാൻ ചോദിച്ച് സോപ്പിട്ടൊക്കെ എടുക്കുവാണ് കേട്ടോ. പിന്നെ ഇവിടെയുള്ളത് നമ്മുടെ അർജൻറ്റീന ഫാൻസാണ്, അപ്പോൾ പിന്നെ അവർക്ക് സന്തോഷമാകാതിരിക്കില്ലല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ പൂവൊക്കെ പറിച്ചിട്ട് നേരെ കിച്ചണിലോട്ട് പോവുകയാണ്. അപ്പോൾ ഈ പൂവ് വെച്ച് എന്തായിട്ടും ഉണ്ടാക്കാൻ പോകണമെന്ന് പറഞ്ഞില്ലല്ലോ. അപ്പോൾ അർജൻറ്റീനയുടെ കളറായിട്ടുള്ള ബ്ലൂ വെച്ചിട്ട് പുട്ടുണ്ടാക്കാൻ വേണ്ടി പോവാട്ടോ. അങ്ങനെ പൂവൊക്കെ പറിച്ച് കിച്ചണിൽ വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് വെള്ളം വെച്ചിട്ട് നമ്മൾ ആ ശംഖുപുഷ്പം ഇട്ട് കൊടുക്കുവാണ് കേട്ടോ. അപ്പോൾ ക്ലീൻ ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ശംഖുപുഷ്പം ഇട്ട് കൊടുക്കുവാണേ. നല്ലൊരു ബ്ലൂ കളറായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഓഫ് ചെയ്യാം. പെട്ടെന്ന് തന്നെ ആകും കേട്ടോ. ഞാൻ വിചാരിച്ചതിലും കൂടുതൽ ടൈമൊന്നും എടുത്തൊന്നുമില്ല. ഞാൻ വിചാരിച്ച് ഒത്തിരി നേരം വേണ്ടി വരുമെന്ന്, പക്ഷേ പെട്ടെന്ന് തന്നെ റെഡി ആയിട്ടുണ്ടായിരുന്നു. നല്ല കളറാണ് കേട്ടോ. ഈ ശംഖുപുഷ്പത്തിൻ്റെ ഗുണം ഞാൻ പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ, എല്ലാവർക്കും അറിയാവുന്നതല്ലേ. ശംഖുപുഷ്പം ഇട്ട് നമ്മൾ ചായയൊക്കെ കുടിക്കണത് വളരെ നല്ലതാണ് കേട്ടോ. പക്ഷെ ഞാനിവിടെ നമ്മുടെ വീട്ടിലുണ്ടെങ്കിലും ഞാനങ്ങനെ എടുക്കാറില്ല. എന്ന് വെച്ചാൽ നമ്മൾ വിളക്കത്ത് വെക്കുന്നതാണ് ചേട്ടൻ, അപ്പോൾ അതുകൊണ്ട് ഞാനങ്ങനെ എടുക്കാറില്ല. അച്ചിക്കുട്ടൻ അമ്പുക്കുട്ടനും എൻ്റെ തൊട്ടടുത്തുണ്ട് കേട്ടോ. പക്ഷേ അവർക്ക് ഇതെന്താ ചെയ്യണമെന്ന് മാത്രം മനസ്സിലായിട്ടില്ല. ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ അവരോട് പറയാമെന്ന് വെച്ചു. അപ്പം വളരെ കുറച്ച് ഞാൻ പുട്ടുപൊടി എടുത്തിട്ടുണ്ട്. പൊൻകതിരിൻ്റെ പുട്ടുപൊടിയാണ് കേട്ടോ എടുത്തതാണ്. അപ്പോൾ കുറച്ച് നേരം നനച്ച് വയ്ക്കുമ്പോൾ തന്നെ ഇത് ഭയങ്കരമായിട്ടും കുതിർന്ന് പൊങ്ങി വരും. അപ്പം നമ്മൾ വളരെ കുറച്ചേ എടുത്തിട്ടുള്ളൂ. പുട്ടുണ്ടാക്കാൻ ആരെയും പഠിപ്പിക്കേണ്ട കാര്യമില്ലല്ലേ. അങ്ങനെ പുട്ടുപൊടി അങ്ങനെ എടുത്തിട്ട് ആവശ്യത്തിന് വെള്ളമൊക്കെ എടുത്തിട്ട് അവിടെ വൈറ്റ് പുട്ടുണ്ടാക്കാനായിട്ട് അവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ബ്ലൂ കളർ പുട്ടുണ്ടാക്കണ്ടേ, അതിന് വേണ്ടിയിട്ട് ശംഖുപുഷ്പം നല്ലപോലെ അരിച്ചൊക്കെ എടുത്ത് അതും റെഡിയാക്കി എടുക്കുവാണ്. പിന്നെ ഉപ്പിടാൻ മറന്നു പോകരുത്. അങ്ങനെ നമ്മുടെ പുട്ടുപൊടി അവിടെ സമയമൊക്കെ ആയപ്പോഴത്തേക്കും റെഡി ആയിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല ബ്ലൂ കളർ വന്നു. പക്ഷേ ഞാൻ വിചാരിച്ചത്ര കളർ അങ്ങ് വന്നിട്ടില്ല. എന്ത് പറ്റിയെന്തോ, എൻ്റെ മിസ്റ്റേക്ക് ആയിരിക്കും അല്ലേ. അങ്ങനെ ഫുള്ളായിട്ട് നമ്മൾ പൊടിയൊക്കെ ഇട്ട് കൊടുക്കുവാണ്. അങ്ങനെ പുട്ട് ഇവിടെ റെഡിയാകാൻ പോവാണേ. പിന്നെ പുട്ടുകുറ്റി അവിടെ എടുത്തിട്ടുണ്ട്. പുട്ടുകുറ്റിലോട്ട് ഫസ്റ്റ് നമ്മൾ തേങ്ങ ഇട്ട് കൊടുത്തു, പിന്നെ വൈറ്റ് ഇട്ട് കൊടുത്തു, പിന്നെ കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തു, പിന്നെ ബ്ലൂ ഇട്ട് കൊടുത്തു, പിന്നെ തേങ്ങ ഇട്ട് കൊടുത്തു, പിന്നെ നമ്മൾ വൈറ്റ് പൊടി ഇട്ടു. അങ്ങനെ പുട്ട് അവിടെ റെഡി ആയിട്ടുണ്ട്. എൻ്റെ വരവ് കണ്ടപ്പോൾ മനസ്സിലായോ പുട്ടൊക്കെ റെഡി ആയെന്ന്. അങ്ങനെ പുട്ടിന് നമ്മൾ എടുക്കാൻ വേണ്ടി പോവുകയാണേ. അങ്ങനെ അർജൻറ്റീന സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോസാണ് കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുത്. അപ്പോൾ അങ്ങനെ പുട്ടൊക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നടുക്ക് നമുക്കൊരു യെല്ലോ കളർ വരുത്തണ്ടേ, അതിന് ഞാൻ വേറെ ഒന്നുമല്ല എടുത്തേക്കുന്നത്. വളരെ കുറച്ച് മഞ്ഞപ്പൊടി എടുത്ത് നടുക്ക് അവിടെ റെഡിയാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി വെച്ചപ്പോഴത്തേക്കും നമ്മുടെ സെറ്റ് അവിടെ ഞാൻ വിചാരിച്ച കണക്ക് തന്നെ എല്ലാം സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ നമ്മുടെ അർജൻറ്റീന ഫാൻസിന് വേണ്ടി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുവാണേ. അപ്പോൾ ഞാനും ആ പുട്ടാണ് കേട്ടോ കഴിച്ചത്. ഞാനും അർജൻറ്റീന ഫാൻസാണേ. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറന്നു പോയത്. ഇത്രയും നാളും ശംഖുപുഷ്പം വീട്ടിലുണ്ടായിട്ട് ഇതുവരെ ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാത്തൊരു ഐറ്റമായിരുന്നു.